നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പായിട്ട് എന്നെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഫോൺ എടുത്ത ഉടനെ എന്നോട് അദ്ദേഹം പറയുന്നത്, സാർ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അവിഹിതമുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് അവൾക്ക് റിലേഷൻഷിപ്പുണ്ട്. എനിക്ക് ഭയങ്കര മാനസികമായ ബുദ്ധിമുട്ടിൽ കൂടാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് മാനസികമായി ഭയങ്കര പ്രഷറാണ്. ഞാൻ ചിലപ്പം സൂയിസൈഡ് തന്നെ ചെയ്തു പോകും എന്നൊക്കെ അദ്ദേഹത്തിനോട് പെട്ടെന്ന് ഒരു ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ആത്മഹത്യയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനൊരു പരിഹാരമല്ല. നിങ്ങൾ സ്വസ്ഥമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. എന്താ നിങ്ങളുടെ പ്രശ്നം? അല്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് എന്നെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പറഞ്ഞതിനകത്തൊന്നും വെച്ചിട്ട് ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതാണോ ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അല്പം ദേഷ്യപ്പെട്ട് എന്നോട് ഫോൺ കട്ട് ചെയ്തങ്ങ് പോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെയും വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കങ്ങോട്ട് ഇറിറ്റേഷൻ ആവുന്നു ഭയങ്കരമായിട്ട്, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ എന്നെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതേപോലെ അന്ന് ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഇദ്ദേഹം വീണ്ടും പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ രണ്ടാമത് വിളിച്ച സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് നേരം എന്നോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത്, ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ 3 കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളും അടങ്ങുന്നതാണ് നിങ്ങളുടെ കുടുംബം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. ഈ 3 കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഏകദേശം ഒരു 2-2.5 വയസ്സേ ഉള്ളൂ. 3 കൊച്ചുകുട്ടികളാണ്. അപ്പം നിങ്ങൾ സാധാരണ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ, വീട്ടിലെ ചിലപ്പം പുറത്തു വല്ലോ എന്തെങ്കിലും വല്ല കപ്പ വീഴുകാനോ അല്ലെങ്കിൽ കപ്പ നടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അതും മിക്കവാറും വീക്കെൻഡ്സിലേ കാണത്തുള്ളൂ. ബാക്കി സമയത്തൊന്നും അങ്ങനെ പണികളൊന്നും ചെയ്യാറില്ല. നിങ്ങളുടെ ഷർട്ടും കാര്യങ്ങളൊക്കെ തേച്ച് നിങ്ങൾ ഓഫീസിൽ പോകുന്നു. നിങ്ങൾ വൈകിട്ട് ഓഫീസിൽ തിരിച്ചു വരുന്നു. കൂട്ടുകാരോടൊക്കെ പുറത്ത് പോകുന്നു. ചിലപ്പോൾ തിരിച്ച് പിന്നെയും വരുന്നു. രാത്രിയാകുമ്പോൾ വരുന്നു. ഭക്ഷണം കഴിച്ച് കിടക്കുന്നു. ഇയാളുടെ ശരിക്കുള്ള പ്രോബ്ലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യ ഇദ്ദേഹവുമായിട്ട് പലപ്പോഴും ശാരീരിക ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇയാളുടെ പ്രശ്നം. അപ്പം ഇയാൾക്ക് അതാണ് പ്രോബ്ലം. അപ്പോൾ ഇയാളപ്പം വിചാരിക്കുന്നത്, എന്തുകൊണ്ട് എന്നോട് ഭാര്യ സമ്മതിക്കുന്നില്ല? ഇതിനു മുമ്പ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നു അത് ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഭാര്യയുടെ അടുത്ത് ഇദ്ദേഹം ചെല്ലുമ്പം അവർ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങ് എക്സ്ക്യൂസ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അതിൻ്റെ സംശയം ഇദ്ദേഹത്തിൽ എത്തുന്ന കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇവർക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതുകൊണ്ടാണോ? അതായത് ഒന്നാമത് ഈ TV സീരിയലുകളും അല്ലെങ്കിൽ ഈ മൊബൈലിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴും പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് ആകെ കൺഫ്യൂഷനാണ്. ഭാര്യയോട് തുറന്ന് സംസാരിക്കാനും പറ്റുന്നില്ല ഈ വിഷയത്തെപ്പറ്റി. അപ്പോൾ ഇയാൾക്ക് ആകെപ്പാട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ലൈഫിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് യാതൊരുമായ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ലൈഫിൽ. അതേസമയം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 3 ഡെലിവറി, അത് നോർമൽ സിസേറിയനായിരുന്നോ നോർമലാണോ എനിക്കറിയില്ല,